ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഹിന്ദു അനാലിസിസിലേക്ക് സ്വാഗതം. സിവിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഹിന്ദുവിന്റെ അനാലിസിസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള വാർത്തകൾ അനലൈസ് ചെയ്തു പോവുക. അപ്പം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള വേർഷൻ, നമ്മുടെ അബ്സല്യൂട്ട് IAS അക്കാഡമി തയ്യാറാക്കുന്ന പ്രിന്റഡ് ആയിട്ടുള്ള വേർഷന്റെ ഡിസ്കഷനും കൂടി നടക്കുകയാണ്. CBSE ഓപ്ഷണൽ എക്സാംസ് ഓഗസ്റ്റിൽ നടക്കും. രമേഷ് പൊക്രിയൽ നിഷാങ്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ആവശ്യമുള്ള ആളുകൾക്ക് ഓപ്ഷണൽ എക്സാംസ് ഓഗസ്റ്റിൽ ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ കുട്ടികൾക്കും എക്സാം നടത്തുക അപ്രായോഗികമാണ്. ഇത് മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ നിന്ന് വലിയൊരു വാർത്ത. കേരള എക്സസ് ഡെത്ത്സ് 1.6 ടൈംസ് ഓഫ് ഒഫീഷ്യൽ ടോൾ. അപ്പോ കേരളാസ് എസ്റ്റിമേറ്റഡ് അണ്ടർകൗണ്ട് ഫാക്ടർ ഫോർ COVID-19 deaths 1.6 for the entire pandemic period is among the lowest for states for which full data on registered deaths for 2020 and 2021 have been made available so far. The undercount factors for 2021 alone for Madhya Pradesh and Andhra Pradesh are 42.3 and 33.8 respectively. കേരളത്തിൽ അത് 2.7 ആണ്. അപ്പൊ എക്സസ് ഡെത്ത്സ് കേരളത്തിൽ 13,868 ആണ്. അതേസമയത്ത് കർണാടകയിൽ അത് 1,67,788, തമിഴ്നാട്ടിൽ 1,51,408. COVID-19 ഡെത്ത് എന്ന് പറയുന്നത് 8,816. അത് കർണാടകത്തിൽ 29,090 തമിഴ്നാട്ടിൽ 24,231. കാരണം ഡെത്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഡെത്ത് രജിസ്ട്രേഷൻ വന്നതോടുകൂടി പലയിടങ്ങളിലും ഡെത്ത് നമ്പേഴ്സ് കൂടിയിട്ടുണ്ട് എന്ന് കൂടി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുകയാണ്. IT Minister slams Twitter for blocking his account, taking arbitrary action. ഇന്ത്യയുടെ IT മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന കാരണത്താൽ കോപ്പിറൈറ്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് ട്വിറ്റർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. IT മിനിസ്റ്ററുടെ മാത്രമല്ല, ഇന്നലെ AR റഹ്മാന്റെ ഒരു പാട്ട് അദ്ദേഹം ഷെയർ ചെയ്തു എന്നതിന്റെ പേരിൽ ശശി തരൂറിന്റെ ഒരു അക്കൗണ്ടും ഇന്നലെ ബ്ലോക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് രണ്ടും കണക്കിലെടുത്തിട്ട് ഇന്നലെ ആർബിട്രറി ആക്ഷൻ എടുക്കും എന്ന് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. രവിശങ്കർ പ്രസാദ് ഇന്നലെ പറയുകയുണ്ടായി. ന്യൂലി റിക്രൂട്ടഡ് സോൾജിയേഴ്സ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രി സെലിബ്രേറ്റ് ഡ്യൂറിംഗ് എ പാസ് ഔട്ട് പരേഡ് ഇൻ ശ്രീനഗർ ഓൺ ഫ്രൈഡേ. ഈ വാർത്ത നമ്മൾ കാണുന്നു. വളരെ സന്തോഷത്തോടു കൂടി ജവാന്മാർ തുള്ളിച്ചാടി കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹോണർ കില്ലിംഗ് കേസ്, ബ്രദർ ആൻഡ് കസിൻ ഇൻവോൾവ്, അലീഗ്സ് വുമൻ. അപ്പൊ ഇത് ലോക്കൽ പേജ് ആണെങ്കിലും ഓണർ കില്ലിംഗ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബത്തിന്റെ മഹിമ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ജാതിയുടെ മഹിമ നിലനിർത്താൻ വേണ്ടി മക്കളെയും അവരുടെ പങ്കാളിയെയും കൊല്ലുന്ന ഏർപ്പാടിനെയാണ് ഓണർ കില്ലിംഗ് എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിലെ ഒക്കെ ഇത് വളരെ കോമൺ ആണ്. ജാതിയിൽ ഉയർച്ച താഴ്ചകളുള്ളവർ തമ്മിൽ വിവാഹം കഴിച്ചാലും ഒക്കെ ഇത് പലപ്പോഴും നടക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു വിഷയമാണ്. ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ്, അതാണ് ഇന്നുള്ളത്. ഡ്രഗ് അബ്യൂസ് ഈസ് എ വൺ വേ ടിക്കറ്റ് ടു ഹെൽ, ഡോണ്ട് ഈവൻ ട്രൈ വൺസ്. ഡ്രഗ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നരകത്തിലേക്കുള്ള ഒറ്റവാതിലാണ്. ഡ്രഗ്സ് ട്രൈ ചെയ്യുക പോലും ചെയ്യരുത് എന്നാണ് പറയുക. ഇപ്പൊ ട്രൈ ചെയ്യുമ്പോഴാണല്ലോ പലപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. എത്രയോ ആളുകളുടെ ജീവിതമാണ് ഡ്രഗ് അബ്യൂസ് മൂലം നശിക്കുക. ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ടാവുന്നു, HIV എയ്ഡ്സ് ഉണ്ടാവുന്നു, ലോസ് ഓഫ് ഹെൽത്ത്, ആങ്സൈറ്റി, ഡിപ്രഷൻ. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യും, സ്റ്റഡീസിൽ നഷ്ടപ്പെടുന്നു, ജോലി നഷ്ടപ്പെടുന്നു, ഇൻകം നഷ്ടപ്പെടുന്നു, ക്രൈം ചെയ്യാനുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഈ ഡ്രഗ്സ് കിട്ടാൻ വേണ്ടി എന്ത് ക്രൈമും ചെയ്യാൻ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. കുടുംബജീവിതവും വ്യക്തി ജീവിതവും നശിക്കുകയാണ്. ഇപ്പൊ ഡ്രഗ്സിനെതിരെ ഗവൺമെന്റിന്റെ പുതിയ പ്രോഗ്രാമുകളൊക്കെ തന്നെ തുടങ്ങുന്നുണ്ട്.
അപ്പോൾ അതിനെ കുറിച്ചുകൂടി മനസ്സിലാക്കുക. ഡൽഹി പോലീസുകാര് നമ്മുടെ ഒളിമ്പിക് മെഡലിസ്റ്റ് സുശീൽ കുമാറിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. സെലിബ്രിറ്റി ആണ് അദ്ദേഹം. അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു കൊലപാതക കേസിൽ. അപ്പൊ അദ്ദേഹത്തിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഡ്രിങ്കിങ് വാട്ടർ യമുനയിൽ ക്യാരി ചെയ്തു വരുന്ന ഒരു കാഴ്ച. വെള്ളം ക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു പലയിടത്തും. അത് ഒരു വലിയൊരു പ്രശ്നമാണ്. ഒപ്പം നമുക്ക് ലോക്കൽ പേജുകളിലെ വാർത്തയില്ല, നമുക്ക് കാര്യമായിട്ടൊന്നും ചർച്ച ചെയ്യാനില്ല. നമുക്ക് ആവശ്യമുള്ള വാർത്തകൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്ത് പോകാം. ഫോർമർ കേരള DGP ഗെറ്റ്സ് ബെയിൽ ഇൻ ISRO കേസ്. കോർട്ട് ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിരിക്കുന്നു റിട്ടയർഡ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സിബി മാത്യൂസ്. കേരളത്തിന്റെ DGP ആയിരുന്നു അദ്ദേഹം. ISRO സ്കാൻഡലിൽ നമ്പി നാരായണൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ അകാരണമായി കസ്റ്റഡിയിൽ എടുക്കുകയും മർദ്ദിക്കുകയും അപ്പൊ കേസിൽ കുടുക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഉള്ള ശക്തമായ നടപടിക്രമങ്ങളുമായിട്ടാണ് ഇന്ത്യയുടെ യശസ്സുയർത്തിയ ശാസ്ത്രജ്ഞൻ, ഇന്ത്യയുടെ അഭിമാനമായ ശാസ്ത്രജ്ഞൻ ശ്രീ നമ്പി നാരായണൻ പോകുന്നത്. സിബി മാത്യൂസിനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്താണ് എങ്കിലും നമ്പി നാരായണനെ പോലെയുള്ള നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനോട് കാട്ടിയത്, പ്രത്യേകിച്ചും പോലീസിന്റെ ഭാഗത്ത് നിന്നും കാട്ടിയത് നീതിയല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളതും ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാണ്. കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് നൽകുക, ഫ്യൂച്ചർ സ്റ്റേറ്റ് എന്നുള്ള ഒരു പേരിൽ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ഇതാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ഡെമോക്രാറ്റിക് പ്രോസസ്സിന് കൂടുതൽ ആവേശം പകരുക, അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ചർച്ച വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് അബ്സല്യൂട്ടിന്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, നമ്മളുടെ റിസർച്ച് വിങ്, അബ്സല്യൂട്ടിന്റെ റിസർച്ച് ടീം മികച്ച രീതിയിലുള്ള ഒരു അനാലിസിസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്, ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആവശ്യമുള്ള എഡിറ്റോറിയലുകളാണ് നമ്മൾ വായിക്കുന്നത്. എല്ലാവരും നമുക്ക് ആവശ്യമില്ല. സ്പോർട്സ് റിലേറ്റഡ് എഡിറ്റോറിയൽ തന്നെ നമുക്ക് ആവശ്യമില്ല, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഹെൽത്ത് കെയർ ഗീവേഴ്സ് മദേഴ്സ് ടു ബി COVID-19 മെറ്റേണൽ നിയോനാറ്റൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു. വാക്സിനേഷനും സ്പെഷ്യൽ ഫെസിലിറ്റീസും പ്രഗ്നന്റ് ആയ വുമണിന് പ്രയോറിറ്റി ആയിട്ട് നൽകണം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. Maoists including top leaders of CPI Maoists were killed by greyhounds in Koyuru മണ്ഡൽ, വിശാഖപട്ടണം. അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. നമുക്കറിയാം ഗ്രേഹൗണ്ട്സ് എന്ന് പറയുന്നത് മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഗ്രൂപ്പാണ്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വികസനത്തെ മുരടിപ്പിക്കുന്നത് മാവോയിസ്റ്റുകൾക്ക് പങ്കുണ്ട്. അത് ജനാധിപത്യത്തിനെതിരാണ് അവരുടെ നയങ്ങൾ. പ്രത്യേകിച്ചും റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന മേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വളരെ കൂടുതലാണ്. നമുക്ക് സിവിൽ സർവീസ് മെയിൻസിലുള്ള ഒരു ടോപ്പിക്കാണ് ഇന്റേണൽ സെക്യൂരിറ്റി എന്നത്. നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിള് വായിക്കാം. പ്രത്യേകിച്ചും നക്സലിസം ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിങ്ങളൊരു 2-3 പേജ് നോട്ട് കൂടി തയ്യാറാക്കുന്നത് വളരെയധികം നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നിങ്ങൾ ഒത്തിരി വെറുതെ വായിച്ചു വിടണ്ട. അയ്യോ ഇന്ന് ഹിന്ദു വായിച്ചില്ല എന്നാ ജീവിതം പോയി, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് മനസ്സിലാക്കുക, വൃത്തിക്ക് പഠിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബ്സല്യൂട്ടിൽ നമ്മൾ നോർമലി എല്ലാ ആഴ്ചയിലും ഒരാഴ്ചത്തെ വാർത്തകൾ മലയാളത്തിൽ തന്നെ അല്ലെങ്കിൽ ബൈലിംഗൽ ആയിട്ട് ക്ലാസ്സിൽ അനലൈസ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ടും അത്തരം സെഷൻസ് ഒക്കെ കൈകാര്യം ചെയ്ത് മുൻപോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പ്രധാനം. IAC will be commissioned next year. നമ്മൾ വലിയൊരു അഭിമാന ഫസ്റ്റ് ഇന്ത്യ മെയ്ഡ് കാരിയർ ഈസ് ബീയിങ് ബിൽറ്റ് അറ്റ് ദ കൊച്ചിൻ ഷിപ്പ്യാർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇൻഡിജിനിയസ് എയർക്രാഫ്റ്റ് കാരിയറിന്റെ മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോ, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ഫോട്ടോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് വലിയ ഒരു അഭിമാനം
പകരുന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ മലയാളം പത്രങ്ങളൊക്കെ അവരുടെ മുൻനിരയിൽ വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഇൻഡോജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ ആണ് ബീങ് ബിൽറ്റ് അറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അത് നേവൽ ഫ്ലീറ്റിൽ അടുത്ത വർഷം ജോയിൻ ചെയ്യും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാമത്തെ വാർഷികത്തിൽ നമുക്കൊക്കെ വലിയൊരു അഭിമാനം പകരുന്ന, സന്തോഷം പകരുന്ന വലിയ ഒരു നേട്ടമാണിത്. എന്തൊക്കെ തന്നെയാണ് എങ്കിലും തീർച്ചയായിട്ടും വലിയ ഒരു ഇന്ത്യൻ ഡിഫൻസും ഒരു സെൽഫ് സഫിഷ്യൻസിയിലേക്ക് പോകുന്നു. ഇൻഡോജീനിയസ്ലി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു. ഇൻഡോജീനിയസ്ലി എന്ന് വെച്ചാൽ തദ്ദേശീയമായിട്ട് ദേശത്തിനകത്ത് വികസിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ ഡ്രീം അതിനും ബിയോണ്ട് നമ്മുടെ ഒരു പ്രസൻസ് ശക്തമാക്കുന്നതിന് ഇത് സഹായകരമാവും. നമ്മൾ മോഡേണൈസേഷനിലേക്ക് പോവുകയാണ്. നമുക്കിപ്പോ പ്രത്യേകിച്ചും 42 ഓഫ് ദ 44 വാർഷിപ്സ്, നമുക്കുള്ള 44 വാർഷിപ്സിൽ 42 എണ്ണവും നമ്മൾ ഇവിടെ ഇൻഡോജീനിയസ്ലി ഡെവലപ്പ് ചെയ്താണ്. അപ്പോൾ വലിയൊരു അഭിമാനം പകരുന്ന ഒരു കാര്യം, ഇൻഡോജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ ബോസ്റ്റ് നിയർലി 75% ഇൻഡോജീനിയസ് കണ്ടന്റ്, തദ്ദേശീയമായ കണ്ടന്റുകളാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതും അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു കാര്യമല്ല, വളരെ സന്തോഷത്തോടു കൂടി നമ്മളുടെയൊക്കെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് പോകുമ്പോൾ, നമ്മുടെ മിലിറ്ററി പുരോഗതിയിലേക്ക് പോകുമ്പോൾ, നമ്മുടെ നേവി പുരോഗതിയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് അഭിമാനം പകരും അല്ലേ, ഓരോ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അവരാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്. approved request for project 75I for the construction of another line of diesel electric submarines under the strategic partnership mode. അപ്പോൾ ഒരു പൊട്ടൻ പ്ലാറ്റ്ഫോമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് തീർച്ചയായിട്ടും ഇവയെല്ലാം മാറും എന്നുള്ളത് നമുക്ക് കാണാം. അടുത്തത്, കേരള എക്സസ് ഡെത്ത് 1.6 times ഒഫീഷ്യൽ ടോൾസ്. കേരളത്തില് ഡെത്ത് കേസസ് നോക്കുകയാണെങ്കിൽ എക്സസ് ഡെത്ത് കേസസ് കണ്ണൂര് 2149, പാലക്കാട്, കോട്ടയം 741. ഓരോ ജില്ലകളിലും ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നമ്മുടെ കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി ജോയിന്റ് സെക്രട്ടറി വിക്രം സഹായ് പറഞ്ഞത് 1500 publishers had so far submitted information in the format prescribed under information technology ethics rule. പബ്ലിഷേഴ്സും ഒക്കെ തന്നെ ഒരു സെൽഫ് റെഗുലേഷനിലേക്ക് പോവാം. എത്തിക്സ് അവര് എത്തിക്കലി പോയിട്ടേ കാര്യമില്ല, അൺഎത്തിക്കലായിട്ട് മൂവ് ചെയ്തിട്ടൊരു കാര്യവുമില്ല. അപ്പോ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു ഭരണ കേന്ദ്രങ്ങൾ വേണം, നിയന്ത്രിക്കപ്പെടണം മാധ്യമങ്ങൾ. അനാവശ്യ സെൽഫ് റെഗുലേഷൻ അവിടെ പ്രധാനമാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റും മറ്റൊന്നും വന്നുകൂടാ. ഇതൊക്കെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. ലഡാക്ക് സ്റ്റാൻഡ് ഓഫിൽ ഇന്ത്യ ചൈന അടുത്ത ഒരു പ്ലാൻ 12th റൗണ്ട് ഓഫ് ടാക്സ് ഓൺ ലഡാക്ക് സ്റ്റാൻഡ് ഓഫ്. കമാൻഡർ ലെവൽ ഡിസ്കഷൻ ആണ് നടക്കുന്നത്. കംപ്ലീറ്റ് ഡിസ്എൻഗേജ്മെന്റ് എന്നുള്ള ഒരു തലത്തിലേക്ക് പോവുകയാണ്. അഫ്ഗാൻ എക്സിസ്റ്റ്, അഫ്ഗാനിൽ നിന്ന് US മാറുന്നത് പലപ്പോഴും നുഴഞ്ഞു കയറ്റക്കാരെ സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇങ്ങനത്തെ വാർത്തകളൊന്നും കേൾക്കുന്നില്ല. നുഴഞ്ഞു കയറ്റക്കാരെ ആർമി വെടിവെച്ചിട്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന ഈ അഫ്ഗാനിൽ നിന്ന് US പോയാല് അഫ്ഗാൻ ഒരു ടെററിസം ഹബ്ബായിട്ട്, ടെററിസം ഗ്രൗണ്ട് ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി. ഇവരെന്നിട്ട് പാകിസ്ഥാൻ ത്രൂ ഇന്ത്യൻ മണ്ണിലേക്ക് നുഴഞ്ഞു കയറും. അപ്പൊ നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കണം. ആളുകൾ ചോദിക്കും, എന്താ അഫ്ഗാനിസ്ഥാനില് ഇന്ത്യ എങ്ങനെയാ സാധിക്കുന്നത്? പലപ്പോഴും ഇത് ടെററിസ്റ്റുകള് ഇന്ത്യക്കെതിരെയുള്ള ഒരു മണ്ണായിട്ട് അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ദിവസങ്ങളിലെയൊക്കെ ചർച്ചകൾ നോക്കിയാൽ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി, നേവി ഒഫീഷ്യൽസ് എല്ലാം തന്നെ വളരെ വിജിലന്റ് ആയിട്ടാണ് ഇത്തരം ഇഷ്യൂസ്. കാരണം
കാശ്മീരിലേക്ക് മിലിറ്റൻസ് നുഴഞ്ഞു കയറുവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. മറ്റൊരു വലിയ വാർത്ത, ഇന്ത്യൻ പ്രസിഡന്റ്, അദ്ദേഹം 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രസിഡന്റ് ട്രെയിനിൽ യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ ജന്മഗ്രാമത്തിലേക്കാണ് അദ്ദേഹം ട്രെയിനിൽ പോയിരിക്കുന്നത്. സവിതാ ദേവി കോവിന്ദ്, ഫസ്റ്റ് ലേഡി, അവരും മാഡവും ഈ സ്പെഷ്യൽ ട്രെയിനിൽ ബോർഡ് ചെയ്തിരുന്നു. റെയിൽവേ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പറഞ്ഞത്, രാഷ്ട്രപതി ട്രെയിനിൽ സഞ്ചരിച്ചത് മറ്റനവധി ആളുകൾക്കും ട്രെയിനിൽ സഞ്ചരിക്കാൻ ഒരു പ്രചോദനമാകും. അദ്ദേഹം കാൺപൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്, ഡൽഹി സഫ്തർജംഗിൽ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയൊക്കെ കാണും. APJ അബ്ദുൽ കലാം മുൻപ് ഇത്തരത്തിലൊരു യാത്ര 2006 നടത്തിയിരുന്നു, ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക്. പാസിംഗ് ഔട്ട് പരേഡ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു യാത്ര നടത്തിയത്. എന്തൊക്കെയാണ് എങ്കിലും ഒരുപക്ഷെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് ഇന്ന് ഇന്ത്യൻ റെയിൽവേ സർവീസിലുള്ള ഒരുപാട് ഓഫീസേഴ്സ് ഇതിന്റെ വീഡിയോ അവരുടെ ഇൻസ്റ്റയിലും അതുപോലെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഷെയർ ചെയ്തതും കാണുവാനിടയായി. വലിയ അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, DRDO ടെസ്റ്റ് എൻഹാൻസ്ഡ് റേഞ്ച് പിനാക്ക റോക്കറ്റ്. നമ്മൾ ഇതിനെ കുറിച്ച് ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. മൾട്ടി ബാരൽ ലോഞ്ചർ ഫയറിംഗ് എ പിനാക്ക റോക്കറ്റ് അറ്റ് ചാണ്ടിപ്പൂർ ബീച്ച്, ഒറീസ, നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള വാർത്തകൾ, നമുക്ക് ആവശ്യമുള്ള നിരവധി വാർത്തകൾ ഇന്നുണ്ട്. 50 ഡെൽറ്റ പ്ലസ് വേരിയന്റ് കേസസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയും തമിഴ്നാടുമാണ് കൂടുതൽ കേസസ്. നമുക്കറിയാലോ, വളരെ ഭീതിജനകമായ രീതിയിലാണ്. കാരണം 12 പേരിലേക്കൊക്കെയാണ് പെട്ടെന്ന് ഇത് പകരുന്നത്. ഈ ഡെൽറ്റ വേരിയന്റ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഡെൽറ്റ വേരിയന്റ് ഈസ് നോട്ട് ന്യൂ വിത്ത് 1 death. The remaining 20 cases are being closely monitored by authorities. While there are not a large number of patients at present, we are collecting more samples in each of the 36 districts. ഇപ്പൊ കേരളത്തിലും ഡെൽറ്റ വേരിയന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എയർ പൊല്യൂഷനും COVID-19 ഡെത്തുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു വാർത്ത. സ്വാഭാവികമായിട്ടും എയർ പൊല്യൂഷൻ കൂടുമ്പോൾ ശ്വാസകോശ രോഗങ്ങൾ കൂടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അത് ഒരു പക്ഷേ മരണത്തിനും ഒക്കെ തന്നെ കാരണമായേക്കാം. അത്തരത്തിലുള്ള ഒരു അതായിരിക്കാം ഒരു പക്ഷേ കാരണം എന്ന് നമുക്ക് ചിന്തിക്കാം. ഫീച്ചർ പേജുകളാണ്, ആവശ്യമൊന്നും ഇല്ല. ഫീച്ചർ പേജുകൾ നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല. ഫീച്ചർ പേജുകൾ നമുക്ക് ഒഴിവാക്കാം. US എക്സിസ്റ്റ് ലൂംസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഘാനി വൈറ്റ് ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയോടൊപ്പം വാഷിംഗ്ടണിലുള്ള ചിത്രമാണ് കാണുന്നത്. താലിബാൻ ബാറ്റിൽ ഫീൽഡ് ഗെയിംസിന് US സപ്പോർട്ട് ഇനിയും ആവശ്യമാണ്. അപ്പോൾ 650ഓളം US ട്രൂപ്പ് അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കും എന്നാണ് പറയുന്നത്. അത് ഡിപ്ലോമാറ്റ്സിനും അമേരിക്കൻ മിലിറ്ററി ഫോഴ്സസിനും ഒക്കെ തന്നെ സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി കരുതലോടുകൂടി നേരിടണം. ഇന്ത്യ അതിന് ഈ ഒരു വിഷയത്തെ കരുതലോടുകൂടിയാണ് നേരിടുന്നത്. ടിബറ്റ് ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ലഭിച്ചിരിക്കുന്നു. ലാസയെ ഇന്ത്യൻ ബോർഡർ വരെ എത്തിക്കുന്ന ഒരു ബുള്ളറ്റ് ട്രെയിൻ. ശ്രീലങ്കയുടെ മീ ടു മൂവ്മെന്റ് സ്പാർക്ക് റിഫ്ലക്ഷൻ ഓൺ ന്യൂസ് റൂംസ്. നമുക്കറിയാം, flurry of sexual harassment allegations from Sri Lankan journalists this week has brought the country's media industry in sharp focus. പത്രങ്ങളിൽ പലരും, പ്രത്യേകിച്ചും വനിതാ ജേർണലിസ്റ്റുകൾ, ഒരു ട്വിറ്ററിലൂടെയും ഒക്കെ അവരുടെ മെയിൽ കൊളീഗ്സിൽ നിന്നുള്ള സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എക്കണോമി പേജാണ്, സ്പോർട്സ് പേജാണ്. നമ്മുടെ അനാലിസിസിലേക്ക് കിടക്കുന്നു. അബ്സല്യൂട്ടിന്റെ അനാലിസിസ്, ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് കിടക്കുന്നു. നിങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു അനാലിസിസ് കേൾക്കുവാൻ വേണ്ടിയാണ്. ധാരാളം കുട്ടികൾ വിളിക്കുന്നുണ്ട്, അവരൊക്കെ പറയുന്നുണ്ട് ഈ അനാലിസിസ് അവർക്ക് വളരെ പ്രയോജനപ്രദമാണ്.
അവർക്ക് കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് ഒരു ധാരണ കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് അവര് സന്തോഷത്തോടെ പറയുമ്പോൾ നമുക്കും അഭിമാനം പകരുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. UP റാങ്ക്ഡ് ബെസ്റ്റ് അണ്ടർ സ്മാർട്ട് സിറ്റീസ് മിഷൻ GS പേപ്പർ 2 മെയിൻസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗവേണൻസിൽ എന്നുള്ള ഒരു വിഷയം. ഗവേണൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഒരു പുതിയ പുസ്തകവും കൂടി വരുന്നുണ്ട്. ഗവേണൻസ് എന്നുള്ള പുസ്തകം നമുക്ക് മെയിൻസിൽ ഗവേണൻസിന്റെ ഒരു പുസ്തകമായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പുസ്തകം കൂടി ഇപ്പോ വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു സിവിൽ സർവീസ് മലയാളത്തിൽ എഴുതുവാനുള്ള പുസ്തകങ്ങൾ കൂടി തയ്യാറെടുക്കുക എന്നുള്ളൊരു വലിയ ഉദ്യമത്തിലേക്ക് കടന്നപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും അത് വലിയ ഒരു സന്തോഷം നമുക്ക് നല്ല ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഈ ഒരു അത്തരത്തിലുള്ള ആ ഒരു പുസ്തകം കൂടി കടന്നു വരികയാണ്. ഇപ്പൊ ഗവേണൻസിൽ നിന്നുള്ള ഈ ടോപ്പിക് ഉത്തർപ്രദേശ് ബെസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇൻഡോറും സൂററ്റും ബെസ്റ്റ് സിറ്റീസ് ആയിട്ട് അത് തിരഞ്ഞെടുത്തിരിക്കുന്ന ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയാണ്. കാരണം സ്മാർട്ട് സിറ്റി മിഷനിൽ ഉത്തർപ്രദേശിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ്. പലപ്പോഴും ഉത്തർപ്രദേശ് വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള ഏറ്റവും മോശമായ സ്റ്റേറ്റ് അല്ലെങ്കിൽ പലപ്പോഴും ക്രമസമാധാനം തകർന്ന സ്ഥലം എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പൊ നോക്കൂ, ഇത് അതൊന്നുമല്ല. അതൊന്നൊക്കെ മാറി വളരെ ഒരു മികച്ച രീതിയിലുള്ള ഒരു തലത്തിലേക്ക് സംഗതികൾ പോകുകയാണ്. അപ്പോൾ എന്താണ് എങ്കിലും നമ്മളെ സംബന്ധിച്ചത് വലിയ അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം അത് പൊതുവെ അവികസിത സംസ്ഥാനം അല്ലെങ്കിൽ പ്രശ്ന സങ്കീർണമായ സംസ്ഥാനം എന്നൊക്കെ കരുതുന്ന ഒരു സംസ്ഥാനം പല മേഖലകളിലും മുന്നോട്ടേക്ക് വരുന്നു. സ്മാർട്ട് സിറ്റി മിഷൻ അപ്പോൾ ഈ അവാർഡ്സ് അനൗൺസ് ചെയ്തിരിക്കുന്നത് 3 അർബൻ മിഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് സ്മാർട്ട് സിറ്റി മിഷൻ SCM, 2 അഡൽ മിഷൻ ഫോർ അർബൻ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അമൃത്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ നോട്ട് തയ്യാറാക്കി. 3 പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ. അപ്പം ഉത്തർപ്രദേശ് ഹാഡ് ബീൻ റാങ്ക്ഡ് 1, മധ്യപ്രദേശ് വാസ് സെക്കൻഡ് ആൻഡ് തമിഴ്നാട് തേർഡ് ഇൻ ദ ഇന്ത്യ സ്മാർട്ട് സിറ്റീസ് അവാർഡ് 2020. 20% in terms of the total value of the projects proposed and 52 in terms of the total number of projects proposed by the 100 smart cities had been completed so far. Average monthly expenditure smart city mission ഇത് ഈ വർഷങ്ങളിലൊക്കെ ഡബിൾ ആയിട്ടുണ്ട്. ഇന്ത്യ സ്മാർട്ട് സിറ്റി അവാർഡ് കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. യൂണിയൻ മിനിസ്ട്രി ഓഫ് അർബൻ അഫയേഴ്സ് ആണ് ഇത് നടത്തിയത്. അപ്പോൾ ഇൻഡോറും സൂററ്റും ജോയിന്റ് വിന്നേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. 5 കാറ്റഗറി ഉണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന, അതിൽ ഹൗസിംഗ് ഫോർ ഓൾ, എല്ലാവർക്കും വീട് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇത് മുൻപോട്ടേക്ക് പോകുന്നത്. അഡ്രസ്സസ് അർബൻ ഹൗസിംഗ് ഷോർട്ടേജ് among economically weaker sections, LIG, MIG categories including some delays by ensuring പക്ക ഹൗസ് എന്ന് വെച്ചാൽ മേൽക്കൂരയുള്ള വീട്. ഇപ്പൊ കുടിലുകൾ നമ്മളൊരു പക്ക ഹൗസ് ആയിട്ട് കൂട്ടാറില്ല. അപ്പൊ എല്ലാവർക്കും പക്ക ഹൗസ് കൊടുക്കുക. അപ്പൊ വലിയ കാഴ്ചപ്പാടോട് കൂടിയാണ് പോകുന്നത്. ഇന്നലെ ഇത് പലപ്പോഴും ഒരു ഇച്ഛാശക്തിയാണ് ഇതിലേക്കൊക്കെ എത്തിക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിട്ടുള്ള ഉമാ പ്രേമൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആക്ടിവിസ്റ്റ് ആണ്. അവരുടെ ഒരു അനുഭവം ഷെയർ ചെയ്തു. നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ 5 ലക്ഷം രൂപ തരാതെ അംഗൻവാടി കെട്ടിടം പണിത് കൊടുക്കില്ല എന്ന് കോൺട്രാക്ടേഴ്സ് പറഞ്ഞു. ഇവർ ലോ കോസ്റ്റ് ആയിട്ട് 2 ലക്ഷം രൂപയ്ക്ക് അംഗൻവാടി ബിൽഡിംഗ് ഇവർ പണിത് കൊടുക്കുകയാണ്. അപ്പൊ അതിന് ചേരുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും മറ്റുമൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ കൺസ്ട്രക്ഷൻ കൊണ്ടുപോകുന്നു. ഇപ്പൊ ടെക്നോളജിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ തരത്തിലുള്ള ടെക്നോളജിയും മറ്റും വന്നപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത്. എന്തൊക്കെയാണ് എങ്കിലും
നമ്മുടെ പോപ്പുലേഷനിൽ വലിയൊരു ശതമാനത്തിന് പക്കാ ഹൗസ് കിട്ടുന്നു എന്നുള്ളത് സന്തോഷമാണ്. 1.12 കോടി വീടുകളാണ് സാങ്ഷൻ ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന. അതിൽ തന്നെ 82.5 ലക്ഷം വീടുകൾ അതിന് അടിത്തറയിട്ടു. 48 ലക്ഷം വീടുകൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു ഷോർട്ട് മൂവി PMAYU has been declared open for students, youth and non-governmental organizations. Fortnight long workshops on Awas per Samvad. Town hall meetings are happening. ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വീട് എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് അനവധി ആളുകളെ എത്തിക്കാൻ ഇത് സഹായകരമാണ്. അമൃത് മിഷൻ എന്താണ്? ഇത്തരത്തിലുള്ള മിഷൻസിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. അഡൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, ഇതിൽ അതാണ് അമൃത് എന്നറിയപ്പെടുന്നത്. വാട്ടർ സപ്ലൈ, സീവേജ്, സെപ്റ്റേജ് മാനേജ്മെന്റ്, സ്റ്റോം വാട്ടർ ഡ്രെയിനേജ്, ഫ്ലഡിംഗ് കുറയ്ക്കാൻ വേണ്ടി, നോൺ മോട്ടറൈസ്ഡ് അർബൻ ട്രാൻസ്പോർട്ട്, ക്രിയേറ്റിംഗ് ഗ്രീൻ സ്പേസ് പാർക്സ് ഇൻ 500 cities. പ്രത്യേകിച്ചും 50 ലക്ഷത്തിന് മുകളിൽ 1 ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിലും കൂടുതൽ നല്ല മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് ഒക്കെ നമ്മുടെ രാജ്യവും വളരട്ടെ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് കപ്പാസിറ്റി, സ്യൂവേജ് ഡെവലപ്മെന്റ് ആവട്ടെ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. വാട്ടർ ലോഗിങ് പോയിന്റ്സ് എലിമിനേറ്റ് ചെയ്തു, ഗ്രീൻ സ്പേസസ് ആൻഡ് പാർക്സ് ഡെവലപ്പ് ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ നാട്ടില് ഈ അർബൻ ഡെവലപ്മെന്റിൽ സംഭവിച്ച ഒരു വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, അർബൻ ഡെവലപ്മെന്റ് സിസ്റ്റമാറ്റിക്കൽ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, അവിടെയൊക്കെ അർബൻ സ്പേസ് വളരെ മോണിറ്റേർഡ് ആണ്. അത് ഡിസൈനിൽ തന്നെ അത് വ്യക്തമാണ്. നമുക്ക് തോന്നിയപടിയാണ് ഡെവലപ്മെന്റ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുന്നു. പ്ലാൻഡ് സിറ്റീസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ വരും. അങ്ങനെ നമ്മൾ എത്ര സിറ്റി ഡെവലപ്പ് ചെയ്തു? 69 സ്മാർട്ട് സിറ്റീസ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തു. അപ്പൊ അത് വലിയൊരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. നമുക്ക് എല്ലാം മോശം എന്ന് പറയാതെ ഗവൺമെന്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ ശ്ലാഘിക്കുകയും വേണം. അടുത്തത് പേജ് 1 മറ്റൊരു വാർത്തയാണ്. അത് IR ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ടത്. അത് GS2 വരിക. പാകിസ്ഥാൻ ടു റിമൈൻ ഓൺ FATF ഗ്രേ ലിസ്റ്റ്. പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലേക്ക് വരികയാണ്. ഇൻക്രീസ്ഡ് മോണിറ്ററിംഗ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഇത് പാരീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ്. അപ്പൊ ആ തിങ്ക് ടാങ്ക് അവര് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം പാകിസ്ഥാൻ പലപ്പോഴും ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ട്, ഗ്രേ ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഗ്രേ ലിസ്റ്റില് ഇൻ അഡീഷൻ ടു FATF, despite of completing 26 of the 27 tasks it had been handed, Pakistan's failure to complete the last task on convicting terrorists and terror entities meant it would not be delisted for now. അവർ 27 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അതിൽ 27ാമത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ടെററിസ്റ്റുകളെ കൺവിക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. നല്ല നടപടികളൊന്നും പാകിസ്ഥാൻ സ്വീകരിച്ചില്ല. ഒരു ടെറർ ഹബ്ബായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ അരീനയിൽ അവരുടെ ഒരു ഇമേജ് പലപ്പോഴും മോശമാകും. ഇവരാഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് പലപ്പോഴും അവർക്ക് എത്താൻ സാധിക്കുകയില്ല. FATF encourages Pakistan to continue to make progress to address as soon as possible the one remaining countering finance terrorism related item by demonstrating that terror financing investigations and prosecutions target senior leaders and commanders of the UN designated terrorist groups എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മറ്റൊരു വിഷയം, ഗ്രേ ലിസ്റ്റിൽ വരുന്ന കൺട്രീസ് അത് പൊതുവെ സേഫ് ഹാവൻ എന്നാണ് അറിയപ്പെടുന്നത്.
ഈ ടെറർ ഫണ്ടിങ്ങിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, മണി ലോണ്ടറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ലിസ്റ്റിലാണെങ്കിൽ അവര് നോൺ കോഓപ്പറേറ്റീവ് കൺട്രീസ് ആണ്, അല്ലെങ്കിൽ ഈ മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോ ബ്ലാക്ക് ലിസ്റ്റ് അവര് പലപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ പാകിസ്ഥാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഗ്രേ ലിസ്റ്റിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ഗവൺമെന്റ് ക്യാൻ കട്ട് ഫ്യൂവൽ പ്രൈസസ് ബൈ ₹4.5 GS3 എക്കണോമി എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ പ്രൈസ് വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം, പ്രൈസ് കുറയണം. ഇൻഫ്ലേഷൻ പരമാവധി നിലയിൽ എത്തി നിൽക്കുകയാണ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ 6.3 വർദ്ധിച്ചു. ഇപ്പൊ റവന്യൂ ലോസ് പലയിടത്തും ഒന്നും ഉണ്ടാകുന്നുണ്ട്. റവന്യൂ ലോസ് ഗവൺമെന്റ് ഉണ്ടാവുമെങ്കിലും ഫ്യൂൽ പ്രൈസസിന് സെസ് കുറയ്ക്കുകയാണ്. അല്ലെങ്കിൽ പ്രൈസ് ഇനിയും കൂടിക്കഴിഞ്ഞാൽ അത് ജനരോഷത്തിനും മറ്റുമൊക്കെ ഇടയാക്കും എന്നുള്ളത് ഗവൺമെന്റുകൾക്ക് മനസ്സിലായിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റുകളിനും മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇപ്പൊ GST ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അങ്ങനെ വന്നാൽ വില കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഈ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകളിലേക്ക് നോക്കുമ്പോൾ ഫ്യൂവൽ പ്രൈസ് not only impacts the consumers directly in their day-to-day needs, but also has an effect on inflation. അപ്പൊ ഈ ഫ്യൂവൽ പ്രൈസസ് നമ്മളെ നിത്യജീവിതത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇൻഫ്ലേഷനെ കൂടി സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ the center imposes huge taxes and collects revenue that is more than the collection of the states. ഹ്യൂജ് ടാക്സ് ആണ് ഏർപ്പെടുത്തുന്നത്. സ്റ്റേറ്റ് കളക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടാക്സ് പലപ്പോഴും കളക്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ GSTയിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട്. IAC വിൽ ബി കമ്മീഷൻഡ് നെക്സ്റ്റ് ഇയർ. രാജ്നാഥ്, നമ്മൾ സെക്യൂരിറ്റിയുമായിട്ട് GS3 ഒരു ടോപ്പിക്കാണ്. നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടെ അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടം, ഇൻഡോജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ വന്നിരിക്കുന്നു. നമുക്ക് ഒരുപാട് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഞാൻ വാർത്ത വായിച്ചപ്പോൾ തന്നെ ഇതിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും എല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. DRDO പിനക്ക റോക്കറ്റ് അത് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തിരിക്കുന്നു. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള വാർത്തയാണ് GS3. അപ്പോൾ ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറിൽ നിന്നാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനക്ക റോക്കറ്റ്. പിനക്ക റോക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? 122 mm റോക്കറ്റ്സ് ആണ്. ഫുൾ ഇൻസ്ട്രുമെന്റേഷനോട് കൂടി ഇത് ടെസ്റ്റ് ചെയ്തു. ആർമി ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ്. 40 കിലോമീറ്റർ വരെയുള്ള ടാർഗറ്റ്സിനെ തകർത്ത് കളയും. 25 എൻഹാൻസ്ഡ് പിനക്ക റോക്കറ്റ്സ് ലോഞ്ച് ചെയ്തു. അപ്പോ പിനക്കായും 122 mm റോക്കറ്റ്സ് പൂനെ ബേസ്ഡ് ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലാബോറട്ടറി ഇവരൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിനക്ക മിസൈൽ സിസ്റ്റം അത് ഒരു ഇൻഡോജീനിയസ്ലി ആയിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റമാണ്. മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് വിക്ഷേപിക്കുവാൻ സാധിക്കും ശത്രുവിനെതിരെ. പിനക്ക അതൊരു നാവിഗേഷനും കൺട്രോളും ഗൈഡൻസും ഒക്കെ കുറച്ചുകൂടി ആക്യുറസി ഉള്ളത്. ഇപ്പോൾ ശത്രുവിനെതിരെ പ്രയോഗിക്കുവാൻ ഇത് വളരെയധികം സഹായകരമാണ്. മറ്റൊന്ന് എഡിറ്റോറിയൽ അനാലിസിസ് ആണ്. ഫ്യൂച്ചർ സ്റ്റേറ്റ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇന്നലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായിട്ട് ഒപ്പം തന്നെ നമ്മളുടെ ആഭ്യന്തരമന്ത്രിയുമായിട്ടുമൊക്കെയുള്ള ഒരു മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ബിലീവ് ഇൻ പോസിബിലിറ്റീസ്. അപ്പോൾ ആ മീറ്റിങ്ങിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം. പൊളിറ്റിക്കൽ ക്ലാസ് വിശ്വസിക്കുന്നത് ഒരു പക്ഷേ ഒരു സ്റ്റേറ്റ്ഹുഡ് രജിസ്ട്രേഷനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാണ്? ഡീലിമിറ്റേഷൻ എക്സസൈസ് നടത്തുകയാണ്.
എന്താണ് ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്? ഡീലിമിറ്റേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് അവിടുത്തെ പോപ്പുലേഷന്റെ രീതിയൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ അസംബ്ലി മണ്ഡലങ്ങളെ പലതായിട്ട്, കോൺസ്റ്റിറ്റ്യുവൻസീസിനെ പലതായിട്ട് തരംതിരിക്കുകയാണ്. ഇപ്പൊ ചില മണ്ഡലങ്ങളിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവാം, മറ്റു ചില മണ്ഡലങ്ങളിലെ ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാവാം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പുനർമൂല്യനിർണയം നടത്തുകയാണ്, അല്ലെങ്കിൽ പുനർനിർണയം നടത്തുകയാണ്. പുനർമൂല്യനിർണയമല്ല, പുനർനിർണയം നടത്തുകയാണ്. അപ്പോ പോസിറ്റീവ്സ് എന്താണ്? ഒരു എല്ലാ പാർട്ടികളിലും സ്റ്റേറ്റ്ഹുഡ് വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. പാർട്ടിസിപ്പൻസ് പറഞ്ഞത് ഡൊമിസിലിയറി റൈറ്റ്സ് ലാൻഡ് ആൻഡ് സ്റ്റേറ്റ് സർവീസസിൽ വേണം. പക്ഷെ BJPയുടെ സ്ട്രൈഡൻ പൊസിഷൻ നോക്കുമ്പോൾ, അവരുടെ കടുംപിടുത്ത നിലപാടിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യും, ട്രസ്റ്റും കോഓപ്പറേഷനും, അതാണ് PM പറഞ്ഞിരിക്കുന്നത്. നാഷണൽ കോൺഫറൻസും PDPയും അങ്ങനെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ എന്താണ് എങ്കിലും തീർച്ചയായിട്ടും അതൊരു നല്ല നടപടിക്രമം തന്നെയാണ്. അവസാനത്തെ വാർത്തകളിലേക്ക് ഇവിടെ പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ അനാലിസിസ് ഇവിടെ അവസാനിക്കും. റിലവന്റ് അഡ്വൈസ് ഫോർ ഹെൽത്ത് കെയർ ഗിവേഴ്സ് മദേഴ്സ് ടു ബി ഇന്ത്യസ് ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. പലപ്പോഴും നമുക്കറിയാം ഹൈ ബർത്ത് റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. റീസെന്റ് തന്നെ നമ്മളൊരു ആർട്ടിക്കിള് കണ്ടു, ബർത്ത് റേറ്റ് കൂട്ടേണ്ടതിന്റെ ആവശ്യം നമ്മുടെ പോളിസിയിൽ മാറ്റം വരുന്നു. ഹിന്ദു തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ചൈനയുടെ ഒരു എക്സാമ്പിളും മറ്റുമൊക്കെ എടുത്തിട്ട് ഹിന്ദു തന്നെ നമ്മളോട് പറഞ്ഞ ഒരു സംഗതിയായിരുന്നു, വാർത്തയായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ ഈ കോവിഡ് ഇപ്പോ ഇന്ത്യയിൽ ഒരു ദിവസം ഏതാണ്ട് 72,000-ഓളം പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇതൊക്കെ നമുക്ക് സന്തോഷം പകരുന്ന കാര്യമൊക്കെയാണ്. പക്ഷെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രഗ്നൻസി ലൂസസ്, ഈ 10 മാസം തികയുന്നില്ല. പലപ്പോഴും ഗർഭം അലസിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ട് പലയിടത്തും. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണിറ്റി സർവീസസിനെ കുറിച്ച് ചിന്തിക്കണം. ഈ COVID-19 മുമ്പ് തന്നെ അത് സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഓവർ ബേർഡൻഡ് ആയിരുന്നു പലപ്പോഴും ആശുപത്രികളും മറ്റും. അപ്പൊ ഇപ്പൊ കണ്ട ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാല് ഈ അമ്മമാരുടെ ആരോഗ്യം, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. കേരളം എത്രമാത്രം ഡെവലപ്ഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്തിൽ അവിടെ പോലും ഈ കോവിഡ് അഫക്റ്റ് ചെയ്ത സ്ത്രീകൾ അവരുടെ ന്യൂ ബോണില് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നു, സിസേറിയൻ സെക്ഷൻ റേറ്റ്സ് കൂടുന്നു, ഫെറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഡ്യൂ ടു പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി, സ്റ്റിൽ ബർത്ത് എന്ന് വെച്ചാൽ ചാപിള്ളകളായിട്ടുണ്ടാവുന്നു, നിയോനാറ്റൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്ന കുട്ടികൾക്ക് തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു ലാഘവത്തോടു കൂടി കരുതേണ്ട കാര്യമല്ല, പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞത് മെറ്റേണൽ മോർട്ടാലിറ്റി ഈസ് സെവറൽ ഫോൾഡ് ഹയർ ഓൺ COVID-19 പോസിറ്റീവ് പ്രഗ്നന്റ് മദേഴ്സ് എന്നാണ്. നോൺ COVID-19 പ്രഗ്നന്റ് വുമണിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഈ അമ്മമാരില് ഇഷ്യൂസ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം many pregnant women need admission to the intensive care unit and prolonged hospitalization. Of all the COVID-19 deaths in the pediatric age group, neonatal deaths are most common. അപ്പൊ ഈ കുഞ്ഞുങ്ങള് ഗർഭം ധരിച്ച ഉടനെ അവര് കോവിഡ് മൂലമൊക്കെ മരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ വേണം. മിനിമലൈസ് ദ ഇമ്പാക്ട് ഓൺ പ്രഗ്നന്റ് മദേഴ്സ് ആൻഡ് ന്യൂ ബോൺ. അതാണ് ഇന്ന് ഈ എഡിറ്റോറിയൽ പേജിലുള്ള ലേഖനത്തിലൂടെ ഹിന്ദു മുൻപോട്ടേക്ക് വെക്കുകയാണ്. ഹിന്ദു പറയുന്ന ഒരു കാര്യം, ഓൾ മെറ്റേണൽ ആൻഡ് നിയോനാറ്റൽ കോംപ്ലിക്കേഷൻസ് ഇൻക്രീസ് വിത്ത് മെറ്റേണൽ ഒബേസിറ്റി ആൻഡ് ഡയബറ്റിക്സ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ സമയത്ത് ഡയബറ്റിക്സ് ഉണ്ടാവും ചില ആളുകൾ, തടി കൂടും, ഒബേസിറ്റി. അപ്പൊ ഇതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇത് കുറയ്ക്കണം, തടി കുറയ്ക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പ്രോബ്ലംസ് ദാറ്റ് ആർ കോമൺ ഇൻ പ്രഗ്നന്റ് വുമൺ ഇൻ ഇന്ത്യ, ഇത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ ഫാക്ട്സ് ഒക്കെ കണക്കിലെടുക്കുമ്പോൾ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ പ്രഗ്നന്റ് മദേഴ്സിനെയും ന്യൂ ബോണിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പ്രൊഫഷണൽ ബോഡീസ് സീരിയസ് ആയിട്ട് ഗവൺമെന്റും മറ്റു ബോഡീസുമായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് കൗൺസിലിങ്ങും
കെയറും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കെയർ ഗ്രൂപ്പ്സിന്റെ സപ്പോർട്ട് കൊടുക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കോവിഡ് കാലഘട്ടത്തിൽ പ്രഗ്നന്റ് ആകുവാൻ പ്ലാൻ ചെയ്യുന്ന സ്ത്രീകളിലും അത് മാനസികവും ശാരീരികവും ആയിട്ടുള്ള നിരവധി അനവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട, സംശയവും വേണ്ട. Massive increase in numbers of COVID-19 infections with the second wave of the novel corona pandemic in India and its effect on pregnant mothers. അപ്പൊ അതിൽ കുറെ സ്റ്റെപ്പ് എടുക്കണം. രണ്ട് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളെയും പ്രഗ്നൻസി വാക്സിൻ കിട്ടുന്നത് വരെ പോസ്റ്റ്പോൺ ചെയ്യാൻ പ്രേരിപ്പിക്കുക. അവയർനെസ് പല രീതിയിൽ നമുക്ക് സൃഷ്ടിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവയർനെസ് സൃഷ്ടിക്കപ്പെടണം. രണ്ടാമത്തെ കാര്യം, ഓഫർ വാക്സിനേഷൻ ടു ഓൾ അൺവാക്സിനേറ്റഡ് പ്രഗ്നന്റ്. വാക്സിൻ കിട്ടാത്ത സ്ത്രീകളെല്ലാം, പ്രത്യേകിച്ചും പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വാക്സിൻ കൊടുക്കേണ്ടതും. ടെമ്പററി ആൻഡ് റിവേഴ്സിബിൾ കോൺട്രാസെപ്ഷൻ. ഈ COVID-19 കാലഘട്ടത്തിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്ന് പ്രഗ്നൻസി പോസ്റ്റ്പോൺ ചെയ്യുക. അപ്പൊ അതിനെന്ത് ചെയ്യണം? അവർക്ക് ആന്റിനാറ്റൽ അഡ്വൈസ് കൊടുക്കുക. ക്രൗഡഡ് ഹോസ്പിറ്റൽസിലെ റിസ്കിനെ കുറിച്ചും എക്സ്പോഷറിനെ കുറിച്ചും ഇവരോട് പറയുക. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുവാൻ അവരെ പ്രേരിപ്പിക്കും. The demand on healthcare personnel who provide antenatal care would decrease. They can be redeployed for COVID-19. അപ്പൊ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ അവരെ മറ്റു കോവിഡ് കെയറിന് സ്റ്റാഫിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റിഡക്ഷൻ ഇൻ ദ നമ്പർ ഓഫ് ആന്റിനാറ്റൽ വിസിറ്റ്സ്. പലപ്പോഴും കോവിഡ് കാലഘട്ടത്തിൽ ഗർഭിണികളാവുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ അവിടെ ആ ഒരു അവയർനെസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓൺലൈൻ കൺസൾട്ടേഷൻ ഉള്ള ഒരു അവസരം കൊടുക്കണം. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അതുപോലെ മറ്റു ടെസ്റ്റുകൾ. അൾട്രാസൗണ്ട് സ്കാൻസ് ആർ റുട്ടീൻലി ഡൺ ഡ്യൂറിംഗ് പ്രഗ്നൻസി. അപ്പോൾ ഡെഡിക്കേറ്റഡ് സേഫ് അൾട്രാസൗണ്ട് സ്കാൻ സെന്റേഴ്സ് അവർക്ക് വേണ്ടി ആരംഭിക്കണം. പ്രഗ്നന്റ് വുമൺ വിത്ത് ഫീവർ ഷുഡ് ബി കൺസിഡേർഡ് ടു ഹാവ് COVID-19 അൺലെസ് പ്രൂവൺ അതർവൈസ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കോവിഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അവരെ കണക്കിലെടുക്കണം. വേണ്ട പ്രീകോഷണറി മെഷേഴ്സും കൂടി എടുക്കണം. അൺവാക്സിനേറ്റഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പ്രൊവൈഡിങ് കെയർ ഫോർ പ്രഗ്നന്റ് വുമൺ ഷുഡ് ബി ക്വിക്ലി വാക്സിനേറ്റഡ്. അതും പ്രധാനമാണ്. അവരും വാക്സിനേറ്റഡ് ആയിട്ടേ കാര്യമുള്ളൂ. ക്ലിയർ ബെനിഫിറ്റ്സ് ഓഫ് വാക്സിനേഷൻ. ഹെൽത്ത് അതോറിറ്റീസ് UK-ൽ US-ൽ അവർ പറഞ്ഞ ഒരു കാര്യം, safety of vaccinating pregnant women and to have approved vaccination of all pregnant women and mRNA vaccines. ഈ വാക്സിൻ എടുത്ത ആളുകളിൽ വാക്സിൻ എടുക്കാത്ത ആളുകളെ അപേക്ഷിച്ച് അസുഖം വന്നാൽ പോലും അതിന്റെ ഗൗരവം കുറവാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം പീരീഡിലും പ്രഗ്നൻസിയുടെ പീരീഡിലും എല്ലാം തന്നെ ബ്ലഡ് കോട്ട്സ് ഒക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ 2 വാക്സിനാണ് അവൈലബിൾ ഇന്ത്യയിൽ. ഒന്ന് വെക്ടേർഡ് വാക്സിൻ കോവിഷീൽഡ്. അത് found to be associated with the rare but serious side effects pertaining to thrombosis of veins draining critical areas such as brain and intra-abdominal organs, a feature shared by the single dose vaccine. അപ്പൊ ഈ നമുക്ക് ഇന്ത്യയിൽ 2 വാക്സിനാണ് ഇപ്പൊ അവൈലബിൾ. അതിൽ കോവിഷീൽഡിൽ തന്നെ ഈ ചില ആളുകളിലെങ്കിലും ബ്ലഡ് കോട്ടിംഗ് ഒക്കെയുള്ള ആളുകളിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബ്രെയിൻ അത് ത്രോംബോസിസ്, രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. അപ്പൊ ഈ സൈഡ് എഫക്ട്സിനെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ദി സൈഡ് എഫക്ട് മേ ബി ഫീച്ചർ ഓഫ് ഓൾ വെക്ടേർഡ് വാക്സിൻസ് അഗൈൻസ്റ്റ് COVID-19. അത് നമ്മൾ കാണേണ്ടതുണ്ട്. ദ ഇനാക്ടിവേറ്റഡ് വാക്സിൻ അവൈലബിൾ ഇൻ ഇന്ത്യ, കോവാക്സിൻ മേ ഹാവ് അഡ്വാൻറ്റേജസ് ഓവർ വെക്ടേർഡ് വാക്സിൻസ്. അതായത് ഈ ചില ആളുകൾക്കെങ്കിലും ഈ രക്തം കട്ടപിടിക്കുക പോലുള്ള ഇഷ്യൂ ഉള്ളവർക്ക് കോവിഷീൽഡ് എടുക്കണ്ട, സ്പുട്നിക് എടുക്കണ്ട, അവർക്ക് കോവാക്സിൻ ആണ് ഏറ്റവും നല്ലത്. അപ്പൊ അവരെന്ത് ചെയ്യണം? അവര് കോവാക്സിൻ എടുക്കണം. അപ്പൊ പ്രഗ്നന്റ് വുമണിന് അത്തരത്തിലുള്ള ഒരു സാധ്യത കൂടി ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇന്നത്തെ ഈ ലേഖനം അവസാനിക്കുന്നത്. അപ്പോൾ വാക്സിനേഷനെ സംബന്ധിച്ചും ഒരു മികച്ച കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ട്, വാക്സിനേഷൻ കവറേജ് കൂട്ടേണ്ടതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇന്നത്തെ ഈ അനാലിസിസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്രിലിമിനറി ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നുണ്ട്. ജൂലൈ 1 മുതൽ ആ പരിപാടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. മലയാളം ഓപ്ഷണലിന്റെ ടെസ്റ്റ് സീരീസ് നടക്കുന്നു.
പ്രിലിമിന് വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. സമയം കളയരുത്. മെയിൻസിന് വേണ്ടിയും പ്രിപ്പറേഷൻ കൊടുക്കുക. ഇതൊരു ലോങ് ടൈം പ്രിപ്പറേഷൻ ആണ്. സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു മാരത്തോൺ റൺ ആണ്, 100 മീറ്റർ റേസ് അല്ല. ഇത് എപ്പോഴും ഓർത്തോണം. 100 മീറ്റർ റേസിൽ വന്നിട്ട് നമുക്ക് എനർജി കളയാൻ പറ്റത്തില്ല. സിവിൽ സർവീസിൽ മാരത്തോൺ റേസിലേക്ക് നമ്മൾ എനർജി സേവ് ചെയ്താൽ വെക്കും. അത് നമുക്ക് ആ അവസാനം വരെ എനർജി വേണം, അല്ലെ മാരത്തോൺ റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ നിരന്തരം മോട്ടിവേറ്റഡ് ആവുക. ജീവിതത്തിലേക്ക് എല്ലാവിധ വിജയങ്ങളും വരും. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വിജയാശംസ.